പള്ളിയിൽ നിന്ന് ഫൊറോന തല രചന മത്സരത്തിന് പോയപ്പോൾ അവസ്ഥയാണ് നിങ്ങളെ കാണുന്നത്. മഴ പെയ്താപ്പാടെ കൊളായി കിടക്കാണ്. ഒരു വിധത്തിലാണ് ടോണി സാർ അതികൂടെ നടന്നു വരണം തന്നെ. ദിക്കാണ്ടാണ് കൂത്താട്ടുള്ള ഇൻഫന്റ് ജീസസ് സ്കൂള്. ഇവിടെ വെച്ചാണ് എനിക്ക് ചെറുകഥ എഴുതി പ്രസന്റ് ചെയ്യേണ്ടത്. താഴെ എത്തിയപ്പോ എല്ലാ മച്ചന്മാരുടെ പ്രസന്റ് ആണ്. സിസ്റ്റർ ഓരോരുത്തർക്കുള്ള രജിസ്റ്റർ നമ്പർ കൊടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കെന്നെ രജിസ്റ്റർ നമ്പർ കിട്ടിയ ക്ലാസ് മുറിയിലേക്ക് അങ്ങ് പോയായിരുന്നു. ഞാൻ മാത്രമല്ല അനിയനും അമ്മയും എന്ന് എഴുതാൻ വന്നിട്ടുണ്ട്. മത്സരം തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് നമ്മൾ സ്പോട്ടിൽ എത്തിയേക്കുന്നത്. അതുകൊണ്ട് സ്കൂളിലെത്തിയിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കലും വാങ്ങലൊക്കെ കൊടുക്കത്ത വേഗത്തിലായിരുന്നു. ഞാനിന്ന് ചെറുകഥ എഴുതാൻ പോണതിന്റെ എന്റെ രജിസ്റ്റർ നമ്പർ ഇതാണ്. ഇക്കാണ്ടാണ് നമ്മുടെ പള്ളിയിലുള്ള നമ്മുടെ മച്ചന്മാരാണ്. എനിക്ക് ചെറുകഥ എഴുതാനുള്ളവര് തന്നെ ഇവന്മാർക്കും ഓരോ ഐറ്റംസ് ഉണ്ട്. താഴത്തെ ഫ്ലോറിൽ വെച്ചല്ല മേളത്തെ ഫ്ലോറിൽ വെച്ചാണ് എനിക്ക് എഴുതാനുള്ള ചെറുകഥ മത്സരം നടക്കുന്നത്. ദിക്കാണെന്ന് മച്ചാൻ ഇന്ന് എന്റെ കൂടെ ചെറുകഥ മത്സരത്തിൽ പങ്കെടുക്കാനുള്ളതാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു മഴക്കുള്ള കോള് മാനത്ത് കാണുന്നുണ്ട്. എഴുതാൻ പോയത് ചെറുകഥയായതുകൊണ്ട് കിട്ടിയ ടോപ്പിക്ക് വളരെ എളുപ്പമുള്ളതായതുകൊണ്ട് ആ ക്ലാസ്സിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോയത് ഞാനാണ്. കിട്ടിയ ടോപ്പിക്കിലുള്ള ഒരു ഐറ്റം പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള സത്യം. ഒരു 1/4 മണിക്കൂറായി ഞാൻ ഇവിടെ ഇരിപ്പാണ്. അമ്മയും അനിയനും ഒന്ന് വന്നായിരുന്നു വീട്ടിൽ പോയിരുന്നു. ഇവന്മാര് ഓരോരോ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന മച്ചന്മാരാണ്. അവര് പങ്കെടുക്കേണ്ട ഐറ്റംസ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ വന്ന 2-3 മച്ചന്മാരും കഴിഞ്ഞു വന്നിട്ടുണ്ട്. ജിമ്മിലൊക്കെ ലെഗിന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റം ആണ് തോന്നുന്നു. ചെക്കൻ എന്തായാലും ഐറ്റത്തിൽ കയറി നല്ല മാസ് പ്രകടനമാണ്. ഇവൻ ഇക്കാണുന്ന ഐറ്റം എടുത്തു വെക്കുന്ന ചില്ലറ സ്പീഡിലൊന്നുമല്ല. ചെക്കൻ എടുക്കത്തെ ഊരാണ്. കുറച്ച് ടൈമോടെ കഴിഞ്ഞപ്പോൾ ടോണി സാർ എഴുതി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പെട്ടെന്ന് വന്നായിരുന്നു വീട്ടിൽ പോയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.